മതനിരപേക്ഷ ശക്തികളുടെ മുന്നേറ്റം ഇന്ത്യയിൽ പ്രകടമാകുന്ന ഒന്നായിട്ട് വേണം ന്യൂയോർക്ക് നഗരത്തിൻ്റെ മേയറെ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള വസ്തുതകൾ മനസ്സിലാക്കാൻ. സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാട് മുന്നോട്ടേക്ക് വെക്കുന്ന മംദാനിയുടെ വിജയം, അതുപോലെ ട്രംപിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രതികരണം നമ്മൾ കാണുന്നത് ഈ ഒരു അവസ്ഥയിലാണ്. ട്രംപ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, മംദാനി എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തനാണെന്നാണ്. അമേരിക്കയിലൊക്കെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത് തന്നെ എന്തോ ഒരു ശത്രുത പോലെയാണ്. പിന്നെ കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തനും കൂടിയായാലോ? അദ്ദേഹം പറഞ്ഞാണ് കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തനാണ്. ന്യൂയോർക്ക് എന്ന് പറയുന്നത് ട്രംപിൻ്റെ കൂടി ജന്മനാടാണ്. അവിടെയാണ് സോഷ്യലിസ്റ്റ് ആശയങ്ങളോടെ യഥാർത്ഥത്തിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഭാഗമായിട്ട് മുമ്പ് അസംബ്ലിയിലും ഇപ്പോഴ് മേയറുമായി തിരഞ്ഞെടുക്കപ്പെട്ട മംദാനിയെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്ന കാര്യം അതാണ്. ക്യൂബയെ പോലെ വെനസ്വേല പോലെ ആക്കാനാണ് മംദാനി ശ്രമിക്കുന്നത് എന്നും പറഞ്ഞു വെച്ചു. മാത്രമല്ല, കേരളത്തോട് കേന്ദ്ര ഗവൺമെൻറ് എന്താണോ ചെയ്യുന്നത് അതുതന്നെ ഞാൻ ഇവിടെ ചെയ്യും, ഫെഡറൽ ഫണ്ട് അനുവദിക്കില്ല എന്ന് പറയുന്ന നില. എത്ര സാമ്യമാണ് ഈ തീവ്രവാദ നിലപാടുകൾക്കുള്ളത് പുരോഗമന ശക്തികളോട് അല്ലെങ്കിൽ ആശയങ്ങളോട് എന്നത് വ്യക്തമാക്കുകയാണ് ഇത്. യഥാർത്ഥത്തിൽ ഈ മേയറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മംദാനിക്ക് ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരി മേയറായിട്ട് ഇനി എന്നാണ് ന്യൂയോർക്കിൽ വരിക എന്ന കാര്യം ട്വിറ്ററിൽ പങ്കുവച്ചത് ഇവിടെ ഈ തിരുവനന്തപുരം മേയറായിട്ട് ആര്യ രാജേന്ദ്രൻ തിരഞ്ഞെടുക്കപ്പെട്ട സന്ദർഭത്തിലാണ്. 5 കൊല്ലം മുമ്പ്. അദ്ദേഹത്തിന് ആവേശകരമായൊരു പശ്ചാത്തലമാണത് ഉണ്ടാക്കിയതെന്ന് അദ്ദേഹം ട്വിറ്ററിൽ എഴുതി. ഇത്ര ചെറുപ്പക്കാരിയായിട്ടുള്ള ഒരു യുവതി കേരളം പോലെയുള്ള അതിൻ്റെ തലസ്ഥാന പട്ടണത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ നഗരസഭയുടെ കോർപ്പറേഷൻ്റെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടതിനെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ്. ആ അഭിവാദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, ഇനി എന്നാണ് ഇങ്ങനെ ഒരു ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയോ ന്യൂയോർക്കിൻ്റെ മേയറാവുക എന്നാണ് അന്ന് ട്വിറ്ററിൽ എഴുതിയത്. അന്നു മുതലേ അന്ന് അദ്ദേഹം അസംബ്ലിയിലുള്ളതാണ്, അസംബ്ലി അംഗമായിരുന്നു. പക്ഷേ മേയറാവുക എന്നുള്ളത്, ചെറുപ്പത്തിൽ തന്നെ മേയറാവുക എന്നുള്ളത് യഥാർത്ഥത്തിൽ 34 വയസ്സ് മാത്രമേ ഉള്ളൂ മംദാനിക്ക്. അത് അവിടെയുള്ള ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായിട്ടാണ് ഇപ്പോൾ മംദാനി വന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം മേയറായിട്ട് വന്ന ആര്യ രാജേന്ദ്രൻ എന്ന അന്നത്തെ 21 വയസ്സുകാരിയെ ശ്ലാഘിച്ചുകൊണ്ട് അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ച ആ ആവേശകരമായ ഒരു ചിത്രം തനിക്ക് തന്നെ സൃഷ്ടിക്കാനാവുമെന്ന ശ്രമം അദ്ദേഹം ആരംഭിച്ചു എന്ന് വേണം 5 കൊല്ലം മുമ്പുള്ള ട്വിറ്ററിൻ്റെ പ്രയോഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ. ഏതായാലും ഒരിടതുപക്ഷ ധാര ലോകത്ത് ശക്തിപ്പെടുന്നുണ്ട്. അത് അമേരിക്കയിലും ഒഴിവല്ല. ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ സാമ്രാജ്യത്വ ശക്തികളും യുദ്ധക്കൊതിയന്മാരും രാജ്യത്തെ കീഴടക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകാൻ എനിക്ക് അവകാശമുണ്ട് എന്ന് പറഞ്ഞിട്ട് ലോകത്തിൻ്റെ പ്രസിഡന്റ് ചമയുന്ന ട്രംപിനെ പോലുള്ളവരുമെല്ലാം എന്തെല്ലാം തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയാലും ലോകത്തിൻ്റെ ഭാവി നിർണയിക്കുന്നതിൽ സോഷ്യലിസത്തിൻ്റെയും അതിൻ്റെ ആശയങ്ങളുടെയും പ്രസക്തി കൂടിക്കൂടി വരുന്നു എന്ന് വേണം ഈ കാലഘട്ടത്തിലെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തെപ്പറ്റി പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ. ഇപ്പോൾ ജെ എൻ യു ഒരു പരീക്ഷണാലയാണ് ഇന്ത്യയെ സംബന്ധിച്ച്. ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള നിരവധി നേതാക്കന്മാരെയും പ്രവർത്തകരെയും ഇന്ത്യൻ ഇടതുപക്ഷത്തിന് നൽകിയിട്ടുള്ള ഒരു കലാലയമാണ് ജെ എൻ യു. സീതാറാം യെച്ചൂരി ഉൾപ്പെടെ, പ്രകാശ് കാരാട്ട് ഉൾപ്പെടെ നിരവധി ആളുകൾ ഇന്ത്യയുടെ വിവിധ മേഖലയിൽ ഇപ്പോഴും അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു കലാലയത്തെ തകർക്കുക, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രത്തെ തകർക്കുക, അതാണ് RSSഉം BJPയും ഗവൺമെൻറ്റും എല്ലാം ശ്രമിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് സംഘടനകളും സംഘർഷങ്ങളും രാഷ്ട്രവിരുദ്ധ മുദ്ര കുത്തി ജയിലിലടക്കാനുള്ള ശ്രമങ്ങളും
എല്ലാം JNUവിൽ നടത്തിയിട്ടുണ്ട്. എന്നാൽ JNUവിൽ ഇപ്രാവശ്യം ഇടതുപക്ഷം അതിശക്തിയായ മുന്നേറ്റമാണ്. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടി ജയിച്ചത് SFI സ്ഥാനാർത്ഥിയാണ്. ഇടതുപക്ഷ വിഭാഗങ്ങൾ തൂത്തുവാരിയിരിക്കുകയാണ് JNU കലാലയത്തിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. അപ്പോൾ നല്ല രീതിയിൽ ഈ തീവ്ര വലതുപക്ഷത്തിനെതിരായ ഒരു ഇടതുപക്ഷ ആഭിമുഖ്യം ലോകത്ത് പല രീതിയിലും ഉയർന്നു വരുന്നതിൻ്റെ ഒരു സാമ്പിളായിട്ട് വേണം ഇതിനെല്ലാം കാണാൻ എന്നതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്.